അയ്യോ വണക്കം. കഴിഞ്ഞ ദിവസം നമ്മുടെ RSPയുടെ MP ആയിട്ടുള്ള കൊല്ലത്തെ നമ്മുടെ പ്രേമചന്ദ്ര സാർ ഒരു പ്രസ്താവന ഇറക്കി. സാംസ്കാരിക കേരളം ഞെട്ടിത്തരിച്ചു പോകുന്ന ഒരു പ്രസ്താവനയാണ് പ്രേമചന്ദ്ര സാർ ഇറക്കിയത്. എങ്ങനെയാണ് സാംസ്കാരിക കേരളം ഞെട്ടിത്തരിച്ചു പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നരേന്ദ്രമോദിയെ ജസ്റ്റ് ഒന്ന് പുകഴ്ത്തിയാൽ ഉടനെ തന്നെ നമ്മുടെ സാംസ്കാരിക കേരളം ഞെട്ടും. സുഡാപ്പികളാണെങ്കിൽ പിന്നെ ബെൽറ്റ് ബോംബ് കെട്ടി പൊട്ടിത്തെറിക്കും എന്നുള്ളതാണ് പറയാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ 1 ലക്ഷം രൂപയുടെ കട്ടിലിൽ കിടന്നല്ലോ. 1 ലക്ഷമല്ലേ, അദ്ദേഹം കിടന്നോട്ടെ പാവം എന്ന് പറയുന്ന ടീമാണ്. 8 ലക്ഷം രൂപ നന്ദം ഗോവിന്ദം ഭജൻസിൻ്റെ പേരിൽ അടിച്ചെടുത്തല്ലോ എന്ന് ചോദിച്ചു. 8 ലക്ഷം രൂപയല്ലേ, ഇവിടെ 10-12 ലക്ഷം രൂപയാണ് കള്ളന്മാർ കയറി ഓരോ വീട്ടിലെടുത്തുകൊണ്ട് പോകുന്നത്. ഇന്നലെ മണക്കാട് മുക്കോലയിൽ ഒരു അമ്മച്ചിയെ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി 10 ലക്ഷം രൂപ അടിച്ചുകൊണ്ട് പോയായിരുന്നു. സ്വർണ്ണാഭരണങ്ങൾ, അത് കോർപ്പറേഷൻ ജീവനക്കാരുടെ വേഷത്തിലാണ് വന്നത്. അപ്പോഴാണ് ഈ 8 ലക്ഷം പോകാൻ പറയാം എന്നൊക്കെ പറയുന്ന സാംസ്കാരിക നായകരാണ് നമുക്കുള്ളത്. പോരാത്തതിന് നമ്മുടെ ശബരിമലയിൽ സ്വർണ്ണപ്പാളി അടിച്ചു കൊണ്ടുപോയി. അയ്യപ്പൻ എന്തിന് സ്വർണ്ണപ്പാളി? നമ്മുടെ ധീരസഹാക്കൾ ആ സ്വർണ്ണപ്പാളി എടുത്ത് പാവപ്പെട്ട ജനങ്ങൾക്ക് വിതരണം ചെയ്യും. ക്ഷേമ പെൻഷനിലൂടെയും സാമൂഹിക പെൻഷനിലൂടെയും എല്ലാം ഈ സ്വർണ്ണപ്പാളി നമ്മുടെ ജനങ്ങളിലേക്ക് ഒഴുകി എത്തും എന്നൊക്കെ പറയുന്ന ടീമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് നരേന്ദ്രമോദിയെ ജസ്റ്റ് പുകഴ്ത്തി കഴിഞ്ഞാൽ ഞെട്ടി പൊട്ടിത്തെറിയാൻ വേറൊരു സാധനം വേണ്ട. അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മുടെ NK പ്രേമചന്ദ്രൻ നരേന്ദ്രമോദി ഒന്ന് പുകഴ്ത്തി. അങ്ങനെ ഒരു അബദ്ധം അദ്ദേഹം കാണിച്ചു. ഭാഗ്യത്തിന് സുരേഷ് ഗോപി ആ വേദിയിലുണ്ടായിരുന്നു. NK പ്രേമചന്ദ്രൻ ആ സമയത്ത് മനസ്സിൽ ആലോചിച്ചത്, കൂട്ടിന് നീ ഉള്ളത് നന്നായി, ഇല്ലെങ്കിൽ ഞാൻ പെട്ടുപോയേനെ എന്നായിരിക്കും ചിലപ്പോൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരിക്കുക. എന്താണ് NK പ്രേമചന്ദ്രൻ പറഞ്ഞത്? അതായത് ഞാൻ രാഷ്ട്രീയമൊന്നും നോക്കുന്നില്ല. ഒരു സമയത്ത് അദ്ദേഹം ആ ഒരു രാഷ്ട്രീയക്കാരിൽ നിന്ന് പുറത്തു വന്നൊരു സാധാരണ മനുഷ്യനായി ചിന്തിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. രാഷ്ട്രീയമൊന്നും ഞാൻ നോക്കുന്നില്ല, പറയാനുള്ളത് എനിക്ക് പറയണം. കാരണം നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്തുണ്ടായിരിക്കുന്ന വികസനം എൻ്റെ പൊന്നടാവേ യമണ്ടം വികസനം എന്ന് പറഞ്ഞാൽ യവന്മാരൊക്കെ അട്ടർ വേസ്റ്റാണ് എന്നുള്ള രീതിയിലാണ് NK പ്രേമചന്ദ്രൻ സംസാരിച്ചത്. അതായത് പ്രധാനമായും റെയിൽവേ വികസനം എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു വികസനമാണ് ഇവിടെ നടക്കുന്നത്. മറ്റേ കേരയിൽ പോലത്തെ സാധനമൊന്നുമില്ല. അതായത് കൂറ്റനാട് നിന്നും അപ്പവുമായി സ്ത്രീകളെത്തുന്നു, ആ അപ്പം കൂറ്റനാട് കയറ്റുന്നു, എറണാകുളത്തെത്തുന്നു, വിൽക്കുന്നു, തിരിച്ചു വരുന്നു. രാവിലെ 10 മണിക്ക് കയറിയാൽ 10:30 എവിടെ എത്തുന്നു, ഒരു ചായ എവിടെ നിന്ന് കുടിക്കുന്നു, അപ്പം വിൽക്കുന്നു, 5 മണിക്ക് കയറുന്നു, 5:30 വീടെത്തുന്നു. ഇതാണ് സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇതൊന്നും അല്ല സംഭവം. യഥാർത്ഥ വികസനം എന്ന് പറയുന്നത് ഈ വികസനമാണ് എന്നുള്ള രീതിയിൽ NK പ്രേമചന്ദ്രൻ സംസാരിച്ചു. സുരേഷ് ഗോപി ഉടനെ തന്നെ ചാടി എഴുന്നേറ്റു. നമുക്കറിയാലോ സുരേഷ് ഗോപി എന്ന് പറയുന്നത് ഒരു വികാര ജീവിയാണ്. ഇത് കേട്ടു രോമം വരെ എഴുന്നേറ്റ് ഇന്ന് ഡാൻസ് കളിച്ച സുരേഷ് ഗോപി ചാടി എഴുന്നേറ്റ് നേരെ ഡയസിലേക്ക് ചാടി കയറിയിട്ട് ഇനി അദ്ദേഹത്തെ സംഘി, മുസംഗി, കൃസംഗി, മുക്കാൽ സംഘി ഒക്കെ ആക്കാനായി ആൾക്കാർ വരും. അത് വേണ്ട എന്നാണ് പറഞ്ഞത്. അതായത് ഇനി പല ട്രോളും കിട്ടുന്നെങ്കിൽ അങ്ങേർക്ക് കിട്ടിക്കോട്ടെ, ഇങ്ങേരെന്തിനാണ് ഏണി വെച്ച് പോകുന്ന ട്രോള് ചാടി പിടിക്കുന്നത് എന്നാണ് അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. എന്തായാലും പ്രേമചന്ദ്രൻ പറഞ്ഞതിൽ കുറച്ച് കാര്യമൊക്കെ ഉണ്ട്. നമുക്കത് ഡാറ്റ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം മാത്രമല്ലേ ഉള്ളൂ. എന്തൊക്കെയാണ് വികസനം? റെയിൽവേ മാത്രമല്ല, ഇവിടെ ഊടുപാടും വികസനം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം നമ്മൾ ജനങ്ങൾക്ക് അതെല്ലാം ഡയറക്റ്റായിട്ട് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നു പോയി കഴിഞ്ഞാൽ ഒരു റെയിൽവേ ക്രോസിംഗ് എത്തിക്കഴിഞ്ഞാൽ റെയിൽവേ പാളം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ പണികൾ നടക്കുന്നു. നേരെ NH പോയി കഴിഞ്ഞാൽ NH വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ പണികൾ നടക്കുന്നു. അങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ പണികൾ അതിഭീകരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. നമ്മൾ വിചാരിക്കും പോലെ ഒന്നുമില്ല. ഉത്തരേന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ പണി എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ ഭീകരമായിട്ടുള്ള പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 60 കൊല്ലം കൊണ്ട് കോൺഗ്രസ് ചെയ്ത പണിയാണ് 2014 അതിൻ്റെ ഇരട്ടിയായിട്ട് നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ സുഡാപ്പികൾക്ക് ഇതൊന്നും പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യവുമില്ല. അവന്മാർക്ക് എന്താണ് എപ്പോഴും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം. അതായത് എപ്പോഴും ഇവന്മാരുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ കമ്മ്യൂണിസ്റ്റുകാർക്കെന്ന് പറഞ്ഞാൽ പോരാട്ടം, എന്തുണ്ടെങ്കിലും പോരാട്ടം. ഭക്ഷണം കഴിക്കുമ്പോഴും പോരാട്ടമാണ് അവന്മാർക്ക്. പോരാട്ടം തന്നെ. മറ്റേ ലവന്മാർക്ക് അങ്ങനെയല്ല. മറ്റേവന്മാർക്ക് പോരാട്ടം പോലെ. യവന്മാർക്കൊരു കലുഷിതമായിട്ടുള്ള അന്തരീക്ഷം വേണം. യവന്മാർ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളൊക്കെ എടുത്ത് നോക്ക്. പാലസ്തീൻ, സിറിയ, യമൻ, അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ നോക്കി നോക്കുക. അവിടെ ഒരു ഭരണത്തെ അട്ടിമറിക്കണമെങ്കിൽ ജനങ്ങളൊക്കെ ബെൽറ്റ് ബോംബും കെട്ടി താറെടുത്ത് നേരെ റോഡിലോട്ടിറങ്ങും. എന്നിട്ട് സമരം ചെയ്യുമ്പോൾ എന്താണ്, അവിടെയുള്ള സർക്കാരൊക്കെ ഇറങ്ങി ഓടും. ആ കൂടും കുടിക്കൊക്കെ എടുത്തുകൊണ്ട് അവന്മാർ ഭരണാധികാരിയൊക്കെ എടുത്തുകൊണ്ട് നേരെ സ്വർണ്ണോ വെള്ളിയോ
കൈ കിട്ടുന്ന എന്തെന്ന് വെച്ചാൽ എടുത്തുകൊണ്ട് വല്ല റഷ്യയിലോട്ടോ ഇംഗ്ലണ്ടിലോട്ടോ ഒക്കെ പോയി അവിടെ താമസമാക്കും. ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ യുവന്മാർക്ക് എപ്പോഴും ഒരു കലാപാന്തരീക്ഷത്തിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് യുവന്മാർക്ക് സത്യം പറഞ്ഞാൽ മനസ്സിനൊരു നിമ്മതി കൊടുക്കുന്ന സാധനം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളെപ്പോലെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യത്തിൽ ഇങ്ങനെ കിടക്കുന്നതൊന്നും ഇഷ്ടമല്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ആൾക്കാർ തെരുവിലിറങ്ങണം, ഞമ്മൻ്റെ രാജ്യം പറഞ്ഞ്, ഇതൊക്കെയാണ് യുവന്മാരുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. എടാ നീയൊക്കെ ചന്തിയിൽ പാളയം കെട്ടി വെച്ചുകൊണ്ടിരിക്കുകയുള്ളൂ, ഈ ജന്മത്തത് നടക്കാൻ പോകുന്നില്ല എന്ന് നീ എഴുതി ഒപ്പിട്ട് തരാം. അങ്ങനെ ഇപ്പം വരും രാജ്യം എന്ന് പറഞ്ഞ് മൂക്കി പല്ലി വന്ന് നരച്ച് കൊഴിച്ച് കുഴിയിലോട്ട് പോകത്തേ ഉള്ളൂ. എന്ത് തന്നെയായിരുന്നാലും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാരിൻ്റെ കാലത്തെ റെയിൽവേ വികസനം ഇത് വെറുതെ പറഞ്ഞാൽ പറ്റില്ല. UPA കാലത്തോട് തട്ടിച്ച് പറയണം, എങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മളെന്തോന്നു റെയിൽവേ നരേന്ദ്രമോദി 40,000 കിലോമീറ്റർ റെയിൽവേ പണിതു എന്നൊക്കെ പറയുമ്പോൾ നമ്മളപ്പുറത്ത് UPA കാലത്ത് 150 കിലോമീറ്റർ പണിതുള്ളൂ എന്ന് പറഞ്ഞാൽ മാത്രമല്ലേ നമുക്കൊരു ഗ്രാവിറ്റി മനസ്സിലാവൂ. അതുകൊണ്ട് തന്നെ UPA കാലത്തോട് താരതമ്യപ്പെടുത്തുമ്പോൾ വേഗത, ഇൻഫ്രാസ്ട്രക്ചർ, ടെക്നോളജി, സുരക്ഷ, വൈദ്യുതീകരണം തുടങ്ങിയ മേഖലകളിൽ വ്യക്തമായ മാറ്റങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്കെന്തായാലും പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ ഒന്ന് നോക്കാം. ഭരണകാലം 2014, അതായത് നിലവിൽ യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് ആണ് UP എന്ന് പറയുന്നത്. UPയുടെ കാലത്ത് നമ്പർ 1 റെയിൽവേ ബഡ്ജറ്റ് എന്ന് പറയുന്നത്, ബഡ്ജറ്റ് ആൻഡ് നിക്ഷേപം, ഇത് രണ്ടും നോക്കാം. UPയുടെ കാലത്ത് വാർഷിക ക്യാപിറ്റൽ ചെലവ് ഏകദേശം 45,000 മുതൽ 60,000 കോടിയായിരുന്നു. റെയിൽവേക്ക് വേണ്ടി മാറ്റിവെക്കുന്ന എത്രയാണ്? 45,000 മുതൽ 60,000 കോടി വരെ. വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തും, പല പദ്ധതികളും ഇങ്ങനെ നീണ്ടു പോകും എന്നുള്ളതാണ്. മോദിയുടെ കാലത്ത് ഈ UPയുടെ കാലത്ത് എത്രയായിരുന്നു? ഒന്നുകൂടെ പറയാം, 40,000 കോടി. എന്നാൽ നരേന്ദ്രമോദിയുടെ കാലത്ത് റെയിൽവേ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 3 ലക്ഷം കോടിയാണ്. ഇങ്ങനെ പറഞ്ഞാലേ ഒരു വെയിറ്റ് ഉള്ളൂ, 3 ലക്ഷം കോടി. അങ്ങനെ ഉയർന്നു നിന്നു. ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ, സ്റ്റേഷൻ റീഡെവലപ്മെൻറ്റ്, ഹൈസ്പീഡ് പ്രോജക്റ്റുകൾക്ക് വലിയ നിക്ഷേപമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി കൊടുക്കുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അടുത്തതിലോട്ട് പോകാം. അതായത് ഒരു നാടിൻ്റെ വികസനം ഇരിക്കുന്നത് എവിടെയാണ്? ആ നാട്ടിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിലാണ്. അത് ഒരു മനുഷ്യന് ബിസിനസ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഒരു ചരക്ക് നമ്മുടെ ഇവിടെ വരുമ്പോൾ, നമ്മുടെ തുറമുഖത്ത് വരുമ്പോഴോ ഈ ചരക്ക് ആ തുറമുഖത്ത് നിന്ന് എത്ര വേഗത്തിൽ അടുത്ത സ്ഥലത്തോട്ട് എത്തിക്കാനായി സാധിക്കും എന്നുള്ളതാണ് ആ രാജ്യത്തിൻ്റെ വികസനത്തെ നിർണ്ണയിക്കുന്നത്. ഇപ്പം ഞാൻ തിരുവനന്തപുരത്തിരിക്കുന്നു, എനിക്ക് എറണാകുളം വരെ ഒരു ദിവസം പോയി ജോലി ചെയ്തിട്ട് തിരിച്ചു വരാൻ പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ ജീവിതം വികസിക്കും. അതായത് എനിക്ക് എറണാകുളം വരെ ഈസി ആയിട്ട് പോകാനായിട്ട് പറ്റുന്നു, അത്ര വേഗതയിൽ ഇവിടെ ട്രെയിനുണ്ട് എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കും. ഇപ്പോൾ തൃശ്ശൂർ വരെ പോകണമെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 5:15 വന്ദേ ഭാരതുണ്ട്. അതിൽ കയറിക്കഴിഞ്ഞാൽ കറക്റ്റ് 9:20 ആകുമ്പോൾ തൃശ്ശൂരെത്തും. അവിടെ നേരെ ഒരു വണ്ടി പിടിച്ച് ഗുരുവായൂർ പോവുക, തൊഴുതിട്ട് അവിടെയൊക്കെ ചുറ്റി തിരിഞ്ഞ് ഇവിടെയൊക്കെ കണ്ടു കഴിഞ്ഞ ശേഷം കൃത്യം 6:20 ആകുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ദേ ഭാരതുണ്ട്. 10:40 ആകുമ്പോൾ രാത്രിയാകുമ്പോൾ തിരിച്ച് തിരുവനന്തപുരത്തെത്തും. അതാണ് വന്ദേ ഭാരതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇനി നിക്ഷേപത്തിൽ വലിയ വർധനമാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്തുണ്ടായത്. ഇനി ട്രാക്കും നെറ്റ്വർക്ക് വികസനവും എത്രത്തോളമാണെന്ന് നമുക്ക് നോക്കാം. UPA സർക്കാരിൻ്റെ കാലത്ത് വർഷത്തിൽ ശരാശരി 1,500 കിലോമീറ്ററാണ് പുതിയ ട്രാക്ക് പണിതുകൊണ്ടിരുന്നത്. ഒന്നുകൂടെ തള്ളിക്കഴിഞ്ഞാൽ 1,700, 750 പോട്ട് 1,800 പിടി, അത്രയിലോട്ട് പോകും. മോദി സർക്കാരിൻ്റെ കാലത്തോ 3,000 കിലോമീറ്ററാണ് ട്രാക്ക് പണിയുന്നത്. വെറും 10 കൊല്ലം അയാൾ അങ്ങനെ വന്നിട്ട് 60 കൊല്ലം ഉണ്ടായിരുന്നു ഇവിടെ ഭരിച്ച് മുടിയാനായിട്ട്. ഈ ട്രാക്ക് മാത്രമല്ല, ഫ്രൈറ്റ് കോറിഡോർ ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ വേഗത്തിൽ പൂർത്തീകരണം നടന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ട്രാക്ക് വികസനം അതിവേഗം എന്നൊന്നും പറഞ്ഞാൽ പോലെ അതിഭീകര വേഗത്തിൽ പുരോഗമിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. മൂന്നാമത് റെയിൽവേയുടെ വൈദ്യുതീകരണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. UPA സർക്കാരിൻ്റെ കാലത്ത് ഏകദേശം 20,000 കിലോമീറ്ററാണ് ഇലക്ട്രിഫൈഡ് ചെയ്തത്. അതായത് 20,000 കിലോമീറ്റർ ഇങ്ങനെ ഇലക്ട്രിഫൈ ചെയ്തുകൊണ്ടേയിരിക്കും. നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് എത്രയാണ്? അതിൻ്റെ ഇരട്ടി, വെറും 10 കൊല്ലം കൊണ്ട് 40,000 കിലോമീറ്ററാണ് ഇലക്ട്രിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് മുഴുവൻ ബ്രോഡ് ഗേജ് നെറ്റ്വർക്കുകളും വൈദ്യുതീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് മോദി സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. വൈദ്യുതീകരണം ഇരട്ടിയായി. അതന്നെ. എന്തായാലും നാലാമത് ഹൈസ്പീഡ് ആൻഡ് മോഡേൺ ട്രെയിനുകൾ. UPA സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ പറയണോ? അല്ല, എനിക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. അന്ന് സായിപ്പിനോട് ചോദിച്ചു കഴിഞ്ഞാൽ സായിപ്പ് പറയും ഇന്ത്യ എന്ന് പറയുന്നത് ഈ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ റെയിൽവേ ട്രക്കിൽ ഓടി നടന്ന് വിസർജിക്കുന്ന ആൾക്കാരുടെ നാടല്ലേ എന്നാണ് ലവന്മാർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായിരുന്നു UPA സർക്കാരിൻ്റെ കാലം. ശതാബ്ദി, ദുരന്തോ എന്നിങ്ങനെയുള്ള ട്രെയിനുകൾ തുടർന്നു. ഹൈസ്പീഡ് റെയിൽ ആശയം മാത്രമല്ല, എല്ലാ ആശയമാണ്. മോദി സർക്കാർ എല്ലാം തുടങ്ങുമ്പോൾ ഇവന്മാർ പറയുമല്ലോ, അതായത് നെഹ്റുവിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ ഇത് എന്ന് പറയുമല്ലോ, ആ സെറ്റപ്പായിരുന്നു. മോദി സർക്കാരിൻ്റെ കാലത്താണ് വന്ദേ ഭാരത്
ട്രെയിനുകൾ വന്നത്. ഞാൻ നേരത്തെ വിശദീകരിച്ചല്ലോ വന്ദേ ഭാരത് എത്തരത്തിലാണ് നമുക്ക് ഉപയോഗപ്പെടുന്നതെന്ന്. അതിൽ കയറി യാത്രയാണ് ഒരു യമണ്ട സാധനമാണ്. സെമി ഹൈ സ്പീഡ് ട്രെയിനാണ് വന്ദേ ഭാരത് എന്ന് പറയുന്നത്. മുംബൈ അഹമ്മദാബാദ് ഹൈ സ്പീഡ് റെയിൽ ബുള്ളറ്റ് ട്രെയിൻ പ്രോജക്റ്റ്. ബുള്ളറ്റ് ട്രെയിൻ ജപ്പാനിലൊക്കെ പണ്ടേ വന്ന് 1947 വന്നതാണ് എനിക്ക് തോന്നുന്നത്. ബുള്ളറ്റ് ട്രെയിൻ ഇപ്പോൾ നരേന്ദ്രമോദി വന്ന ശേഷമാണ് നമ്മുടെ നാട്ടിൽ വരുന്നത് എന്നുള്ളതാണ്. പിന്നെ തേജസ്സും അമൃത് ഭാരതും പോലുള്ള പുതിയ മോഡേൺ ട്രെയിനുകൾ ഇതൊക്കെ നരേന്ദ്രമോദി ഭരണത്തിലേറിയ ശേഷം ഉണ്ടായതാണ്. ഇനി ടെക്നോളജിയിലും സ്പീഡിലും വമ്പൻ മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം. സുരക്ഷ, സേഫ്റ്റി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. UPA സർക്കാരിൻ്റെ കാലത്ത് അപകടങ്ങൾ എത്രത്തോളമായിരുന്നു നോക്കണം. ഇത് വലിയൊരു സബ്ജക്റ്റാണ്, ഞാൻ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. UPA സർക്കാരിൻ്റെ കാലത്ത് അപകടം വളരെ കൂടുതലായിരുന്നു. പഴയ ട്രാക്ക് ആൻഡ് സിഗ്നൽ സിസ്റ്റം പ്രശ്നമുണ്ടായിരുന്നു. മോദി സർക്കാരിൻ്റെ കാലത്ത് ട്രാക്ക് റിന്യൂവൽ നടത്തി. ആൻറ്റി കൊളീഷൻ സിസ്റ്റം, അതായത് കവച് എന്ന് പറയുന്ന ഒരു സിസ്റ്റം വളരെ എഫിഷ്യൻ്റായി. അൺമാൻഡ് ലെവൽ ക്രോസിംഗ് ഓൾമോസ്റ്റ് ഇല്ലാതായി, അതായത് 0 എന്നുള്ളതാണ്. അപകടങ്ങൾ കണക്കിന് കുറഞ്ഞു. എന്നാലും ഉണ്ട് കേട്ടോ, സുഡാപ്പിയൊക്കെ ഒരു ആശ്വാസമായിക്കൊള്ളട്ടെ. നെഞ്ചത്ത് കൈവച്ചോ, ശ്വാസമൊക്കെ പോട്ട്. അപകടങ്ങളുണ്ട്, ചെറിയ ചെറിയ അപകടങ്ങളുണ്ട്. എന്തായാലും സുരക്ഷയിൽ വ്യക്തമായ പുരോഗതി ഉണ്ടായിട്ടുണ്ട് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത്. സ്റ്റേഷൻ ആൻഡ് പാസഞ്ചർ സൗകര്യങ്ങളാണ് അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത്. UPA സർക്കാരിൻ്റെ കാലത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മോദി സർക്കാരിൻ്റെ കാലത്ത് 1000+ സ്റ്റേഷനുകളുടെ റീഡെവലപ്മെൻറ്റ്. അതെങ്ങനെയാണ് റീഡെവലപ്മെൻറ്റ് നടത്തുന്നത്? എയർപോർട്ട് സ്റ്റൈലാണ് ഇങ്ങനെ റീഡെവലപ്മെൻറ്റ് നടത്തുന്നത്. ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അത് എയർപോർട്ടാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. ഉത്തരേന്ത്യയിലൊക്കെ തുടങ്ങിക്കഴിഞ്ഞു, നമ്മുടെ കേരളത്തിലും വരും. മിക്കവാറും തൃശ്ശൂർ അങ്ങനെ ആക്കുമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും എയർപോർട്ട് സ്റ്റൈലുള്ള റീഡെവലപ്മെൻറ്റ്, എസ്കലേറ്റർ, ലിഫ്റ്റ്, ക്ലീൻനെസ്, ബയോ ടോയ്ലറ്റ്, ഡിജിറ്റൽ ടിക്കറ്റിംഗ്, വൈഫൈ അറ്റ് സ്റ്റേഷൻ ഇതെല്ലാം വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. പാസഞ്ചർ എക്സസൈസ് മെച്ചപ്പെട്ടു എന്നുള്ളതാണ്. ഓവറാൾ പറയുകയാണെങ്കിൽ UPA സർക്കാരിൻ്റെ കാലത്ത് എക്സ്പാൻഷൻ ഉണ്ടായിരുന്നെങ്കിലും സ്ലോ പേസ്, ഫണ്ടിങ് കുറവ്. മോദി സർക്കാരിൻ്റെ കാലത്ത് ഹൈ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് ഫാസ്റ്റ് എക്സിക്യൂഷൻ പ്ലസ് മോഡേണൈസേഷൻ പ്ലസ് ഇലക്ട്രിഫിക്കേഷൻ പ്ലസ് സേഫ്റ്റി ഇംപ്രൂവ്മെൻറ്റ്സ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഒരു മിനിറ്റ് ഉണ്ടായിരിക്കുന്നത്. ഇനി അപകടങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, വിശദമായിട്ട് വരാമെന്ന്. ഭരണകാലം, അതായത് UPA സർക്കാരിൻ്റെ കാലത്ത് 2004 മുതൽ 2014 വരെ അത് മാത്രം നമുക്ക് എടുത്ത് നോക്കാം. അതുവരെ 10 വർഷം എത്രത്തോളം അപകടങ്ങളുമുണ്ടായി, ഇപ്പോൾ എത്രത്തോളം അപകടങ്ങൾ ഉണ്ടാകുന്നു എന്ന് നമുക്ക് റെയിൽവേയുടെ ഔദ്യോഗിക ഡാറ്റ പ്രകാരം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. UPA സർക്കാരിൻ്റെ കാലത്ത് മൊത്തം വലിയ ട്രെയിൻ അപകടങ്ങൾ എന്ന് പറയുന്നത് 1700+ ആയിരുന്നു. അതായത് ഒരു വർഷം 170 ട്രെയിൻ അപകടങ്ങൾ നടക്കും. 1700 ട്രെയിൻ അപകടങ്ങൾ നടക്കുന്നിടത്ത് ഒരു വർഷം 170 ട്രെയിൻ അപകടങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. ചില വർഷങ്ങളിൽ അത് 200-ലധികം കടന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഡീറെയിൽമെൻറ്റ്, അതായത് പാളം തെറ്റൽ ഏറ്റവും കൂടുതലുള്ളത് ഈ UPA സർക്കാരിൻ്റെ കാലത്തായിരുന്നു. അൺമാൻഡ് ലെവൽ ക്രോസിംഗ് അപകടങ്ങൾ ഏറ്റവും കൂടുതലുണ്ടായിരുന്നു. അപകടങ്ങൾ എന്ന് പറയുന്നത് ഒരു തുടർക്കഥയായിരുന്നു, സ്ഥിരമായി ഉയർന്ന നിലയിലായിരുന്നു എന്നുള്ളതാണ്. ഇത്തവണ മോദി സർക്കാർ വന്നപ്പോഴും അപകടം നടത്താനായിട്ട്, അത് പാളം തെറ്റിക്കാനൊക്കെ നോക്കുന്നുണ്ട്. മതി കല്ലും മറ്റേ വലിയ യമണ്ടൻ തേക്കിൻ്റെ തടിയൊക്കെ കൊണ്ടിരുന്നുണ്ട്. പക്ഷേ അതൊന്നും നടക്കാതെ കൃത്യമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. മോദി സർക്കാരിൻ്റെ കാലത്ത് 2014 മുതൽ 2024 വരെ മൊത്തം വലിയ ട്രെയിൻ അപകടങ്ങൾ എന്ന് പറയുന്നത് UPA സർക്കാരിൻ്റെ കാലത്ത് 1700 ആയിരുന്നെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് അത് 600 10 കൊല്ലം. അവരുടെ 10 കൊല്ലം 1700, ഇങ്ങേരുടെ 10 കൊല്ലം അത് 700. അതായത് ഒരു വർഷം 60 അപകടങ്ങളായി കുറഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റേത് 170 ആയിരുന്നു. ചില വർഷങ്ങളിൽ 50-ൽ താഴെയാണ് അപകടം എന്ന് പറയുന്നത്. 2020 മുതൽ 2022 കാലത്ത് ഏറ്റവും കുറഞ്ഞതാണ്. നമ്മുടെ ചരിത്രത്തിൽ തന്നെ റെക്കോർഡ് ലോ ആണ് എന്ന് മാത്രമേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. UPAയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 65% അപകടങ്ങളാണ് കുറഞ്ഞത്. ഇതാണ് മോദി സർക്കാരിൻ്റെ കാലത്തെ അപകടങ്ങൾ കുറഞ്ഞു എന്ന് പറയാനുള്ള കാര്യമെന്ന് പറയുന്നത് റെയിൽവേ ഡാറ്റയാണ്. ഇനി എന്തുകൊണ്ട് കുറഞ്ഞു എന്ന് നമ്മൾ പരിശോധിക്കേണ്ടേ? അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അൺമാൻഡ് ലെവൽ ക്രോസിംഗ് ഇല്ല, ഓൾമോസ്റ്റ് ഇല്ലാതാക്കി 0-ലേക്ക് കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്. UPA കാലത്ത് 10,000+ അൺമാൻഡ് ക്രോസിംഗ് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മോദിയുടെ കാലത്ത് ഓൾമോസ്റ്റ് 0 ആണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. വലിയ അപകടങ്ങളുടെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഇതായിരുന്നു. ഇനി 2, ട്രാക്ക് റിന്യൂവൽ, അതായത് പഴയ പാളം ഇതൊക്കെ മാറ്റി. UPA സ്ലോ റിന്യൂവലായിരുന്നു. അതായത് അവിടെ കിടന്നോട്ടെ, നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് റിന്യൂ ചെയ്യാമല്ലോ. നമ്മുടെ AK ആൻ്റണി പറയുന്നത് പോലെ ദ ബെസ്റ്റ് ഡെവലപ്മെൻറ്റ് ഈസ് the undeveloped border. China will develop, but
വി ഷുഡ് നോട്ട് ഡെവലപ്പ് ദ ബോർഡർ. അതായത് രണ്ട് കൈയും കൂടെ കൂട്ടിമുട്ടിയാലേ ശബ്ദം കേൾക്കൂ. ചൈനയുടെ കൈയും മറ്റൊരുത്തൻ്റെ കരണവും കൂടെ കൂട്ടിമുട്ടിയാലും ശബ്ദം കേൾക്കും. എന്തായിരുന്നാലും നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം അതിർത്തിയൊക്കെ വികസിപ്പിച്ച് ആസാമിൽ കൊണ്ട് ഫ്ലൈറ്റ് ഇറക്കിയ വാർത്തയൊക്കെ കേട്ടല്ലോ. രോമാഞ്ചമായിരുന്നു എന്നുള്ളതാണ്. ചില സുഡാപ്പികൾ ഇപ്പോഴും അത് എന്ന് വിശ്വസിച്ചിരിക്കുകയാണ്. പിന്നെ ഈ മണ്ടന്മാരെ പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റില്ല. അതിലും ഭേദം 10 വാഴ വെച്ച് അതിൽ നിന്ന് കൊലയെങ്കിലും വെട്ടിത്തിഞ്ഞാം. ഇനി മോദി സർക്കാരിൻ്റെ കാലത്ത് മാസീവ് റിവ്യൂവലാണ് പഴയ ട്രാക്കിൻ്റെ കാര്യത്തിലുണ്ടായത്. ഡീറെയിൽമെൻറ്റ്, പുതിയ ട്രാക്ക് കൊണ്ടുവന്നു, സേഫ്റ്റി ഉറപ്പാക്കി. കവച് ആൻറ്റി കൊളിഷൻ സിസ്റ്റം, ട്രെയിൻ തമ്മിൽ ഇടിക്കുന്നത് തടയും. UPA കാലത്ത് ഇത് ഇല്ലായിരുന്നു എന്നുള്ളതാണ്. മോദിയുടെ കാലത്താണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇലക്ട്രിഫിക്കേഷൻ ആൻഡ് സിഗ്നലിംഗ്, ഇലക്ട്രിക് ട്രെയിൻസ് അത് ബെറ്റർ കൺട്രോളിംഗ് ആക്കി. ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് വന്നു. ഹ്യൂമൻ ഇറർ കുറയുന്ന സാഹചര്യമുണ്ടായി. വലിയ അപകടങ്ങൾ കുറഞ്ഞു എന്നുള്ളതാണ്. UPA കാലത്ത് വലിയ ദുരന്തങ്ങൾ ഇതുമൂലം ഉണ്ടായി. 2010 വെസ്റ്റ് ബംഗാൾ ഡീറെയിൽമെൻറ്റ് 148 മരണമുണ്ടായി. 2011 കൽക്കാമയിൽ ആക്സിഡൻറ്റ് 69 മരണമുണ്ടായി. 2012 ആന്ധ്ര ഡീറെയിൽമെൻറ്റ് 50+ ആൾക്കാർ മരിച്ചു. അങ്ങനെ വലിയ വലിയ ദുരന്തങ്ങൾ ഈ ഭാഗത്തുണ്ടായിട്ടുണ്ട് UPയുടെ കാലത്ത്. എന്നാൽ നമ്മുടെ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അതായത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്തും ഉണ്ടായിരുന്നു. ഈ ഒഡീഷയിൽ നടന്നൊരു ട്രെയിൻ അപകടം നമ്മളാരും മറക്കാനിടയില്ലെന്നോ. 2 ട്രെയിനുകൾ കൂട്ടിയിടിച്ചാണ് ഉണ്ടായത്. പക്ഷേ ഓരോ കാര്യങ്ങളുണ്ടാകുമ്പോഴും ഇങ്ങനെ അതൊക്കെ അതിഭീകരമായിട്ട് പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ആ വേദിയിലിരുന്നപ്പോൾ പ്രേമചന്ദ്രൻ ഇങ്ങനെ തള്ളി വന്ന് പറയാതിരിക്കുക ഒരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങ് തുറന്ന് പറയുകയായിരുന്നു. സുഹൃത്തുക്കളെ, തുറന്ന് പറയുകയായിരുന്നു. എന്തായിരുന്നാലും എല്ലാവർക്കും വയറ് നിറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം. അപ്പോൾ ശരി.